അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ. നമ്മൾ പാടത്തൊക്കെ പോയിട്ടുണ്ട്, കാരണം ചീരയൊക്കെ പറിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇപ്പോൾ നിറച്ച് ചീരയും ഇതൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചെടുക്കണം, എന്നിട്ട് ഉപ്പേരിക്കാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ, പിന്നെ ഞാൻ ഒരു സ്പെഷ്യലായിട്ടൊരു തട്ടിക്കൂട്ട് കോർക്കാപ്പുളി അച്ചാർ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഭാഗമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ എങ്ങനെ ഉണ്ടാക്കണമെന്നൊന്ന് നോക്കിയാലോ. എല്ലാവർക്കും നമ്മളെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ നല്ല രസമുള്ള ഭാഗങ്ങളാണ് കേട്ടോ. നമ്മൾ വെള്ളമൊക്കെ നിൽക്കണമെങ്കിൽ നിറച്ച് വെള്ളം നിൽക്കും മഴക്കാലത്തൊക്കെ. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് മഴക്കാലമൊന്നും ഇല്ലാത്ത ടൈമിൽ ഞങ്ങളൊക്കെ കൊണ്ടുവരും കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ ഞങ്ങൾ കളിച്ചിരുന്ന സ്ഥലമൊക്കെ തന്നെയാണ് ഇവിടെ. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ, പച്ചപ്പ്. ചീര കിട്ടിയിട്ടുണ്ട്, ഞാൻ അതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ ഇനി. അപ്പോൾ അതാ നമ്മുടെ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കണ വീഡിയോ എന്തോ മിസ്സായി പോയിട്ട് അതിൽ നിന്ന് നമ്മൾ തേങ്ങ ഉണക്കമുളകൊക്കെ ഒന്ന് ഒതുക്കിയതിൻ്റെ ശേഷം നമ്മൾ ഈ ചീരയിലേക്ക് കൊട്ടി കൊടുത്തിരിക്കുകയാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാ ചീരയും കൂടി ഉണ്ട്, പൊന്നാങ്കണ്ണി, അങ്ങനെ ഒരുപാട് ചീരകളൊക്കെ മിക്സ് ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് അടുത്ത ഐറ്റം ഒന്ന് ഉണ്ടാക്കണത് നോക്കാം കേട്ടോ. കോർക്കാപ്പുളി അച്ചാറാണ് ഞാൻ അടുത്തായിട്ട് ഉണ്ടാക്കാൻ പോണത്. ഞാൻ ഇന്നലെ രാവിലെ ഇരുമ്പാമ്പുളി കഴുകി വൃത്തിയാക്കിയ ശേഷം ഉപ്പ്, മുളക്, അച്ചാറും പൊടി ഇത് മൂന്നും മിക്സ് ചെയ്തിട്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ആ ഇരുമ്പാമ്പുളിയിലത്തെ വെള്ളം തന്നെയാണ് നമ്മൾ യൂറി നിൽക്കുന്നത്. അപ്പോൾ ഇതായിട്ട് നമുക്കിന്നൊരു അച്ചാർ ഉണ്ടാക്കാം. അപ്പോൾ നിറയെ ഇരുമ്പാമ്പുളി ഉണ്ടെന്ന് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഞാൻ ഇന്നലെ ഇതൊക്കെ വൃത്തിയാക്കിയതിൻ്റെ ശേഷം ഒന്ന് കഴുകിയിട്ട് ഇതൊക്കെ തേച്ച് വെച്ചതാണ് കേട്ടോ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ നല്ല ടേസ്റ്റ് ഉണ്ട്, ഇങ്ങനെ കാണുമ്പോൾ തന്നെ തിന്നാനൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് അച്ചാർ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളിത് ഗ്യാസൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഞാനൊരു ചെമ്പട്ടി ആട്ടോ എടുത്ത് വെച്ചിട്ടുള്ളത്, ചെറിയ ചീനച്ചട്ടിയൊന്നുമില്ല. പിന്നെ നമ്മൾ പുറത്തേക്ക് വെറുതെ പോവും. അപ്പോൾ ഞാൻ വീതിയുള്ളൊരു ചെമ്പട്ടി എടുത്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ എണ്ണയിട്ടാണ് ഉണ്ടാക്കണത് കേട്ടോ. അപ്പോൾ ഇതാ എണ്ണയൊക്കെ ചൂടായതിൻ്റെ ശേഷം കടുകൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിലൊക്കെ കണ്ടിട്ട് ആരും ഒന്നും വിചാരിക്കേണ്ട, അത് നമ്മൾ കരിയൊക്കെ പിടിച്ചിട്ട് അയക്കുകയാണ് കേട്ടോ. നമ്മൾ ആർഭാടങ്ങളും ഇതൊന്നും ഇല്ലാതെ സാധാ ഒരു അടുക്കളയാണ് കേട്ടോ അത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉലുവയും കടുകും വറുത്ത് പൊടിച്ചതും. അപ്പോൾ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ, ഒരു ബ്രൗണ് കളറാവുന്നത് വരെ ഒന്ന് ഇതാക്കി കൊടുക്കുക. കറിവേപ്പില ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ വെളിച്ചെണ്ണയിലുണ്ടാക്കും, എണ്ണയിലുണ്ടാക്കും. പിന്നെ എണ്ണയിലുണ്ടാക്കിയാൽ അങ്ങനെ കേട് വരില്ല കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ എണ്ണയിലുണ്ടാക്കിയത്. അപ്പോൾ നമ്മൾ കൂടുതലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ എണ്ണയിലുണ്ടാക്കിയാൽ അത് കേട് വരാതൊക്കെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഒരച്ച് ശർക്കര ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ചെറിയൊരു എരിവിൻ്റെ കുത്തലിനൊക്കെ വേണ്ടിയിട്ട്.
ചെറിയൊരു മധുരിപ്പിനായിട്ട്. അപ്പോൾ അതിലേക്ക് തന്നെ ഞാൻ ആ പുളി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ ഉലുവയും കടുകും വറുത്ത് പൊടിച്ചതൊക്കെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞിരുന്നില്ല അതിലുള്ള വെള്ളം ഇന്നലെ മുതലുള്ള വെള്ളം ഇങ്ങനെ പുളിയിട്ട വെള്ളം ഇങ്ങനെ ഊറി വന്നതാണ് കേട്ടോ, അല്ലാതെ വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഇനി ഇതൊക്കെ കൂടിയിട്ടൊന്ന് കുറുകി വരട്ടെ കേട്ടോ. ശർക്കര അതിൽ കിടന്നിട്ട് ഇങ്ങനെ അലിയുന്നുണ്ട്. ഒരു അച്ച് ശർക്കര ഉണ്ടാകും ഞാൻ ചേർത്തിട്ടുള്ളൂ. അല്ലാതെ മധുരമായ രസം ഉണ്ടാവില്ല. ആ എരിവിൻ്റെ ഒരു കുത്തലിന് വേണ്ടിയിട്ട് കേട്ടോ. ഞാൻ മുളകും പൊടി ഒന്നും ചേർത്തില്ല, സാധാ അപ്പോൾ അതൊക്കെ അത് സെറ്റായി വന്നിട്ടുണ്ട്, നല്ല കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ വല്ലാതെ വെള്ളം വറ്റിയിട്ടുണ്ടെങ്കിൽ നീരൊന്നും ഉണ്ടാവില്ല. ഇത് നല്ല നീരൊക്കെ നല്ല ടേസ്റ്റാണല്ലോ അല്ലേ. അപ്പോൾ ഇതൊരു തട്ടിക്കൂട്ട് അച്ചാറാണ്, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ തലേ ദിവസം തന്നെ ഒക്കെ മിക്സ് ചെയ്ത് വെച്ചുകൊണ്ട് പിറ്റേ ദിവസം ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ പുളിയിൽ ആ ഉപ്പും അച്ചാറും പൊടിയും മുളകൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് മാത്രം മതി കേട്ടോ ചോറ് കഴിക്കാൻ. അപ്പോൾ എൻ്റെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കേട്ടോ. എൻ്റെ മുൻപത്തെ വീഡിയോസൊക്കെ കാണാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണേ, എന്നാലും ഞാനിടുന്ന മുൻപത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് അടിപൊളിയായിട്ട് അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി വല്ലാതെ സുറുക്കൊന്നും ഞാൻ ഒഴിക്കണില്ല, കാരണം പുളിയല്ലേ. ഇനി നമ്മുടെ കുപ്പിയിലൊക്കെ ഇരുന്നിട്ട് ഇതൊന്ന് അലിഞ്ഞ് കിട്ടണം കേട്ടോ, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ, അസ്സലാമു അലൈക്കും, ടേക്ക് കെയർ.